സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ യാത്ര പൊന്മുടിയിലേക്കാണ്. സർക്കാരിൻ്റെ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. അടുത്തൊരു ദിവസം ഉച്ചയൂണും കഴിഞ്ഞ് ബോറടി മാറ്റാനായി പൊന്മുടി കാണുവാൻ പോയി. കല്ലാറെത്തി ബൈക്ക് സൈഡാക്കിയിട്ട് ആനവണ്ടിയിൽ ബാക്കി ദൂരം പോകാമെന്ന് വെച്ചു. ഒരു ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും ബസ്സെത്തി. സീറ്റുകളെല്ലാം നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഗോൾഡൻ വാലിയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് താണ്ടി വണ്ടി ഹെയർ പിൻ വളവുകൾ ഓരോന്നായി താണ്ടാൻ തുടങ്ങി. വണ്ടി ഓടുന്ന ഓരോ ദൂരങ്ങളിലും എന്തെങ്കിലും ആനയോ പോത്തോ എന്തെങ്കിലും കാണുമെന്ന് കരുതി വരില്ലെന്നറിയാം. വളരെ ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ ഒരു മാൻകുട്ടിയെ പോലും വഴിയിൽ കണ്ടില്ല. മഴയൊഴിഞ്ഞ കാടായതുകൊണ്ടാകാം ആകപ്പാടെ ഒരു ഡ്രൈ കാലാവസ്ഥ. പച്ചപ്പ് വളരെ കുറവ്. പൊന്മുടിയിലേക്ക് പോകുന്ന സഞ്ചാരികളെ കൊണ്ടും തിരിച്ച് നഗരത്തിലേക്ക് പോകുന്ന യാത്രികരെ കൊണ്ടും റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. പണ്ടുകാലത്തെ റോഡുകളുടെ ശോചനീയ അവസ്ഥയൊക്കെ മാറി അത്യാവശ്യം ഭേദപ്പെട്ട ടാറിങ്ങാണിപ്പോൾ. അതുകൊണ്ട് തന്നെ സ്ഥിരം യാത്രികർ വളരെ വേഗത്തിലാണ് ഇപ്പോൾ കുന്നിറങ്ങി വരുന്നത്. ഇരുട്ടുന്നതിന് മുൻപ് വീട് പിടിക്കാനുള്ള തിരക്കും കൊണ്ടാകാം. ബസ്സിൻ്റെ സാരഥി വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണ് വാഹനം ഓടിക്കുന്നത്. യാത്രികർ എല്ലാവരും വളരെ സുരക്ഷിതമായിരുന്നു പുറം കാഴ്ചയൊക്കെ നോക്കി ഇരിപ്പുണ്ട്. കൂട്ടം കൂടിയെത്തിയ കൂട്ടുകാർ നല്ല രീതിയിൽ ബഹളം വെച്ച് യാത്ര ആസ്വദിക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തിലാണ് ഡ്രൈവറും കണ്ടക്ടറും. പൊന്മുടി ഹിൽസിന് മുൻപുള്ള റിഫ്രഷ്മെൻറ്റ് കേന്ദ്രം നിറയെ ഇപ്പോൾ കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചായയും കോഫിയും കൂൾ ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം ഇവിടെ ലഭ്യം. കൂടാതെ തേയില വിൽപ്പന ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വീണ്ടും ബസ് അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക്. ഇവിടെയും നമുക്ക് ബസ് യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വന സംരക്ഷണ സമിതി അംഗങ്ങൾ വരും, ടിക്കറ്റുമായിട്ട് വരും. ബസ്സിൽ പോയാലും ടിക്കറ്റ് എടുക്കണം. ഇന്നിവിടെ നിറച്ച് വാഹനങ്ങളുണ്ട്, ധാരാളം ആൾക്കാരുമുണ്ട്. പൊന്മുടി കുന്നിലും ധാരാളം ആൾക്കാർ കയറിറങ്ങുന്നുണ്ട്. ഒരു അവധി ദിനം അടിച്ചു പൊളിക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് ഇതിലും മികച്ച ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാകാം എല്ലാ കാലാവസ്ഥയിലും ഇവിടെ ജനക്കൂട്ടം ഇരച്ചെത്തുന്നത്. നഗരത്തിൻ്റെ ചൂരും ഒന്നും ഇവിടെയില്ല. ചെറിയ തണുപ്പേ ഉള്ളൂ. എങ്കിലും മനസ്സും ശരീരവും ഉഷാറാക്കാൻ ഇവിടുത്തെ കാലാവസ്ഥ ധാരാളമാണ്. പൊന്മുടിയെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയൊരു വീഡിയോ താമസിയാതെ വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉറപ്പായിട്ടും തിരുവനന്തപുരം മുതൽ പൊന്മുടി വരെ എത്തുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ വരുന്ന മാസങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക്